റെസിപ്പി ഇട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അത് ഫസ്റ്റ് വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത്. കടുക് പൊട്ടിക്കാൻ കേട്ടോ. വറ്റൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക എല്ലാം നല്ല സ്ലൈസ് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എരിവിന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. കത്തിരിക്ക, വെണ്ടയ്ക്ക, കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം എരിവിന്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എപ്പോഴും ഇട്ട് ഇളക്കി എടുത്താൽ പെട്ടെന്ന് കത്തിരിക്ക ഉടഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ. പെട്ടെന്നാകും കേട്ടോ. നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അധികം ടൈമൊന്നും വേണ്ട ആക്കാൻ. പിന്നെ സൈഡിൽ ചിക്കൻ ഫ്രൈ ആക്കുന്നത് കേട്ടോ. ചിക്കൻ ഞാൻ മുന്നേ മേടിച്ചപ്പോൾ 2 ദിവസം മുന്നേ മേടിച്ചപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ കാല് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് സൈഡിൽ. പിന്നെ ഈ മെഴുക്ക് പുരട്ടി മാത്രമുണ്ട് കേട്ടോ. അപ്പം സവാളയൊക്കെ ചെറുതായിട്ട് അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ആകുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. എരിവിന് പച്ചമുളക് കൊണ്ട് പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറിന് വേണ്ടി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെറിയ തീയിൽ വെച്ച്